മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്രം ഒളിച്ചുകളിക്കുകയാണെന്ന ആരോപണം ഇപ്പോൾ ശക്തമാവുകയാണ്. 12 മാസത്തിനകം അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേന്ദ്ര ജല കമ്മീഷൻ ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെ അണക്കെട്ടിന് കാഴ്ചയിൽ പ്രശ്നങ്ങളില്ലെന്ന് മേൽനോട്ട സമിതി ക്ലീൻ ഷീറ്റ് നൽകി. മേൽനോട്ട സമിതിയുടെ ഈ റിപ്പോർട്ടിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണിപ്പോൾ ഉയരുന്നത്. സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്കുള്ള കേന്ദ്ര ജല കമ്മീഷൻ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ അണക്കെട്ടിൽ കാഴ്ചയിൽ പ്രശ്നമില്ലെന്ന് അതേ ജല കമ്മീഷന്റെ ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ റിപ്പോർട്ട് കേരളത്തിലെ ജനങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് പലരും ചൂണ്ടിക്കാണിച്ചു. സമിതി അണക്കെട്ടിൽ പരിശോധന നടത്തിയത് ജൂൺ 13-നായിരുന്നു. സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് നിർദ്ദേശം വരുന്നത് ജൂൺ മാസം ആദ്യവുമാണ്. പിന്നാലെ തിടുക്കപ്പെട്ട് പരിശോധനാ റിപ്പോർട്ടുമായി മേൽനോട്ട സമിതി രംഗത്തെത്തിയതും ഇതിന് പിന്നിലെ ഉദ്ദേശമാണ് ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. പേരിനു വേണ്ടി മാത്രം ഒരു പരിശോധന നടത്തി സംസ്ഥാനത്തിന്റെ ആശങ്കകൾ പരിഗണിക്കാത്തതും യഥാർത്ഥ പ്രശ്നങ്ങളുമായി ബന്ധമില്ലാത്തതുമായ റിപ്പോർട്ടാണ് മേൽനോട്ട സമിതി വർഷങ്ങളായി നൽകുന്നതെന്ന ആരോപണം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. 2006-ലും 2007-ലും അക്കാലത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയത് മാറ്റിവെച്ചാൽ കേന്ദ്രം മുൻകൈയെടുത്ത് ഇരു സംസ്ഥാനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂടിയാലോചന പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രശ്നപരിഹാരത്തിനായി കേരളം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ കേന്ദ്ര ജല കമ്മീഷനും മറ്റും ബോധ്യമാകുന്നുണ്ടെങ്കിലും അതിനെതിരായി തമിഴ്നാടിന്റെ നിലപാടുകൾക്ക് മുമ്പിൽ തുടർച്ചയായി വഴങ്ങിക്കൊടുക്കേണ്ട സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. അണക്കെട്ടുമായി ബന്ധപ്പെട്ട് 138 വർഷം പഴക്കമുള്ള പാട്ടക്കരാർ പുനഃപരിശോധിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം 30-ന് സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മേൽനോട്ട സമിതിയെ ഒഴിവാക്കി അണക്കെട്ട് പൂർണ്ണമായിട്ടും ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്ത് അപകടാവസ്ഥ അന്താരാഷ്ട്ര ഏജൻസിയെ കൊണ്ട് പരിശോധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുല്ലപ്പെരിയാർ സംരക്ഷണ കൂട്ടായ്മ തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ട്. വയനാടുണ്ടായ ദുരന്തത്തെ തുടർന്ന് കേരളത്തിലെ പല ജില്ലകളിലുമുള്ള ആളുകൾ കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് ഉൾപ്പെടെ വളരെയധികം പരിഭ്രാന്തിയിലാണ്. വീണ്ടും മുല്ലപ്പെരിയാർ വിഷയം ഉയർന്നിരിക്കുകയാണ്. കോടതി വിധിയല്ല, മറിച്ച് ഡാമിന്റെ പഴക്കമാണ് പ്രധാനമായും നോക്കേണ്ടതും. തമിഴ്നാടടക്കം മറ്റ് പല സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ജലസമ്പത്ത് വലുതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതിൽ യാതൊരു പരാതിയുമില്ല. എന്നാൽ മുല്ലപ്പെരിയാറിൽ നിന്ന് തന്നെ വെള്ളം വേണമെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. മുല്ലപ്പെരിയാർ വിഷയം യഥാർത്ഥത്തിൽ തമിഴ്നാടിനോടുള്ള എതിരല്ലെന്നും അവർ മനസ്സിലാക്കണം. ലോകത്ത് പല ഡാമുകളും പലയിടത്തായി പൊട്ടിയിട്ടുണ്ട്. അവിടെയെല്ലാം നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും വലിയ തോതിൽ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഉണ്ടാകുന്ന ദുരിതം ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല. അത്രമാത്രം നാശനഷ്ടം കേരളത്തിന് അത് ഉണ്ടാക്കുമെന്നതും യാഥാർത്ഥ്യമാണ്. പുതിയൊരു ഡാം നിർമ്മിക്കുക എന്നതാണ് ഇതിനുള്ള ഏക വഴി. രാഷ്ട്രീയപരമായ ഒരു തീരുമാനം തമിഴ്നാട്ടിലെയും കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ചേർന്ന് തീരുമാനിക്കണം. അല്ലാത്തപക്ഷം അത് ജനങ്ങളുടെ മനസ്സിൽ മുല്ലപ്പെരിയാർ എന്ന ഭയം നിലനിൽക്കും. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ആ ദുരന്തവുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല. ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ മുല്ലപ്പെരിയാർ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തമിഴ്നാടിന് ഇപ്പോൾ കൊടുക്കുന്നതിൽ നിന്നും അധികമായി ജലം കൊടുത്താൽ കേരളത്തിന് യാതൊരു പ്രശ്നവുമില്ല. കേരളത്തിലെ ജനങ്ങളുടെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഭീതി ഇല്ലാതാക്കണം. അതിനായി അത് ഡീകമ്മീഷൻ ചെയ്യണം. അതിനാൽ 2 മുഖ്യമന്ത്രിമാരും ചേർന്ന് ജനങ്ങളുടെ ഭീതി ഇല്ലാതാക്കുന്ന തരത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നടപടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്.